നമസ്കാരം സാർ. നമസ്കാരം. ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും എന്നാൽ സംഘർഷത്തിലുമാണ് ഞാൻ. അഭിനേതാവായാണ് ഞാൻ സാധാരണ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യുക എന്ന ദൗത്യവുമായി ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്കും അതേറെ പുതുമയുള്ള ഒരു അനുഭവമായി മാറുകയാണ്. സാർ, നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ഈ അഭിമുഖം അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം തുടങ്ങാം. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടാം. അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു ആദരമാണ്. പാടട്ടെ? കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. അല്ല, ഇതിൻ്റെ പുറകിൽ ഒരു നല്ല ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങും എനിക്ക് 4 വരി പാടിത്തരണം. വേണ്ട വേണ്ട, പിന്നെ നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കോ അത് അവസാനിക്കുമ്പോഴോ എന്തെങ്കിലും. എനിക്ക് വളരെ വിചിത്രമായിട്ട് ഉള്ളൊരു അനുഭവമാണ്. കാരണം സാറിന് പലപ്പോഴും ഈ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. സാറിനെ സംബന്ധിച്ചോളം സാറ് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കിട്ടുന്നിടം വരെ ആ ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരം വാങ്ങിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങയോട് സംസാരിക്കുന്നതിൽ എനിക്ക് എന്താ പറയേണ്ട, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാധാരണ അങ്ങനെ ഒരു ടെൻഷൻ എന്നല്ല പറയുന്നത്, എന്താണ് ചോദിക്കേണ്ടതെന്നുള്ള അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു സംസാരത്തിലേക്ക് നമുക്ക് കിടക്കാം. സിനിമ കാണുന്നതിലൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്ന വളരെ ബിസി ആയ സാഹചര്യത്തിൽ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. പക്ഷേ നിങ്ങൾ ആദ്യം അഭിനയിച്ച സിനിമ മഞ്ഞിൽ പൂക്കൾ ഞാൻ കണ്ടു. എനിക്ക് മോഹൻലാലിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ മോഹൻലാലിനെ അറിയുന്നത് പക്ഷേ വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ്. അന്ന് സിനിമയിലേക്ക് വന്ന് ഒരു പ്രശസ്തിയൊന്നും ആയില്ല, ആദ്യമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷേ വിശ്വനാഥൻ നായരുമായിട്ട് എനിക്ക് വളരെ അടുപ്പം. അദ്ദേഹം ലോ സെക്രട്ടറി ആയിട്ടിരുന്ന അവസരത്തിൽ എനിക്ക് മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ മന്ത്രിമാരും, കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹം ഒരു അഡ്വൈസ് കിട്ടിയാൽ അത് ഫൈനലായിരിക്കും. അങ്ങനെ വളരെ അടുപ്പമുള്ള വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ് എനിക്ക് ആദ്യം മോഹൻലാലിനുമായിട്ടുള്ള ഒരു പരിചയം വന്നത്.